പരീക്ഷ ഉണ്ടായ കാലം മുതൽ തുടങ്ങിയ ഒരു സംശയമാണ് പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. 100,000 പണ്ഡിതന്മാർ, കാക്കത്തൊള്ളായിരം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പഠിക്കണം എന്ന സംശയത്തിന് ഒരു ദോശക്കല്ല് ഉദാഹരണമായിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു ദോശക്കല്ല്. ആ വീട്ടിലെ അമ്മമാർക്കെല്ലാം അതിൽ ദോശ ചുടാനും എളുപ്പമാണ്. എന്നാൽ മറ്റേതെങ്കിലും വീടുകളിൽ പോയി അവിടുത്തെ ദോശക്കല്ലിൽ ദോശ ചുടാൻ പറഞ്ഞാൽ അമ്മമാർ ഒന്ന് വിയർക്കും. പഠനത്തിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. അതിനനുസരിച്ച് പഠിക്കാനേ അവർക്ക് കഴിയൂ. നമ്മൾ പറയുന്ന രീതിക്കേ അവർ പഠിക്കാവൂ എന്ന് പറയുന്നത് സായിപ്പിനെ കൊണ്ട് അക്ഷരശ്ലോകം ചെല്ലിക്കുന്നത് പോലെയാണ്. അവരുടെ രീതിക്ക് അവർ പഠിക്കട്ടെ, അല്ലാതെ നമ്മുടെ രീതി ഒരിക്കലും അവരിൽ അടിച്ചേൽപ്പിക്കരുത്. അത് വിപരീത ഫലമേ ഉണ്ടാക്കൂ. കൊല്ലന്റെ ആലയിൽ തട്ടാൻ പൊന്നുരുക്കുന്നത് പോലെയുണ്ടാവും. ഇരുമ്പ് പണിക്കാരന്റെ വലിയ തീക്കുണ്ടത്തിൽ പൊന്നുരുക്കിയാൽ പിന്നെ അതിന്റെ ഒരു തരി കാണാൻ കിട്ടുമോ? എങ്കിലും നമുക്കും ചിലതൊക്കെ പറയാം. കാലത്തെണീറ്റ് വായിക്കണം, രാത്രി അധികം ഉറക്കമൊഴിക്കരുത്, പഠനത്തിന് ഒരടുക്കും ചിട്ടയുമൊക്കെ വേണം, പുകവലി പാടില്ല, കയ്യും തലയും പുറത്തിടരുത് എന്നൊക്കെ ബസ്സുകളിൽ എഴുതി വെച്ചിട്ടില്ലേ? അതുപോലെ കഴിയുന്നതും അവരുടെ പഠനശീലങ്ങളിൽ ഇടപെടാതിരിക്കുകയാണ് നമുക്കും അവർക്കും നല്ലത്. പരീക്ഷയുടെ തലേ ദിവസം ഉറക്കമിളച്ചും ഭക്ഷണം ഒഴിവാക്കിയുമുള്ള പഠനം ഉപേക്ഷിക്കണം. കാലത്തെണീറ്റ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് ഗുണമല്ലാതെ ഒരു ദോഷവും വരില്ല. അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകും. പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റും പേനകളും മറ്റു സാമഗ്രികളുമെല്ലാം തലേന്ന് തന്നെ തയ്യാറാക്കി വെക്കണം. പരീക്ഷാ ദിവസങ്ങളിൽ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടുകാരോട് ചിരിച്ചുകൊണ്ട് യാത്ര പറയണം. പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കണം. കുടുംബം നമ്മുടെ കൂടെയുണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് പരീക്ഷാ ഹാളിൽ നമുക്കൊരു പ്രചോദനമാകും. കൃത്യസമയത്ത് തന്നെ പരീക്ഷാ ഹാളിൽ എത്തണം. പരീക്ഷ എഴുതി തുടങ്ങും മുമ്പ് മനസ്സ് തണുപ്പിക്കാനുള്ള കൂൾ ടൈം ഉണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിക്കുക. മനസ്സിനെ ശാന്തമാക്കുക. ആ സമയത്തുള്ള പ്രാർത്ഥന നമുക്ക് അളവില്ലാത്ത ആത്മവിശ്വാസം നൽകും. ചോദ്യപേപ്പർ സാവകാശം തുറന്നു നോക്കുക. അറിയുന്നവയും അറിയാത്തവയും അല്പം മാത്രം അറിയുന്നവയുമായി ചോദ്യങ്ങൾ തരംതിരിക്കുക. അറിയാവുന്നത് ആദ്യം എഴുതുക, പിന്നീട് അല്പം മാത്രം അറിയുന്നവ എഴുതുക. ഏറ്റവും ഒടുവിലെ അറിയാത്തത് എഴുതാവൂ. സമയം ക്രമീകരിക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനുള്ള സമയം കണ്ടെത്തണം. ഉത്തരങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാനുള്ള സമയവും കരുതണം. ഉത്തരക്കടലാസ് പരിശോധിക്കുന്ന ആൾക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ വൃത്തിയായി എഴുതണം. ഉത്തരം എത്ര ശരിയായാലും അത് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ മാർക്ക് കിട്ടും? പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ ചങ്ങാതിമാർ എന്തൊക്കെ പഠിച്ചു എന്ന അന്വേഷണത്തിന് പോകരുത്. അതുപോലെ തന്നെ അത് പഠിച്ചോ, ഇത് നോക്കിയോ എന്ന ചങ്ങാതിമാരുടെ ചോദ്യങ്ങൾക്കും ചെവി കൊടുക്കാൻ നിൽക്കരുത്. വർത്തമാനങ്ങൾ പറയുന്ന ചങ്ങാതിമാരിൽ നിന്നും അകന്നു നിൽക്കുകയാണ് നല്ലത്. പരീക്ഷ കഴിഞ്ഞു എന്നിട്ട് കണക്കെടുപ്പിന് നിൽക്കരുത്. അസസ്മെന്റ് തൽക്കാലം വേണ്ടെന്ന് വെക്കുക. അത് ഉള്ള ആത്മവിശ്വാസം കൂടി ചോർത്തിക്കളയും. എന്തായാലും ആ പരീക്ഷ കഴിഞ്ഞില്ലേ, പിന്നെ അസസ്മെന്റ് കൊണ്ട് എന്ത് കാര്യം? ജാതകം നോക്കേണ്ടത് ചത്ത കുഞ്ഞിൻ്റെതല്ലല്ലോ. മാത്രമല്ല ആ സമയം കൂടി നാളത്തെ പരീക്ഷയ്ക്ക് മാറ്റിവെക്കാമല്ലോ. വീട്ടുകാരോടും ഒരു വാക്ക് ഉത്തേജിപ്പിക്കാനായാൽ പോലും ആ സമയം അവരെ ഉപദ്രവിക്കാതിരിക്കുക. സഹോദരന്മാരും കൂട്ടുകാരും മുമ്പ് പരീക്ഷകളിൽ വാങ്ങിയ മാർക്കുകൾ ഓർമ്മിപ്പിച്ച് നിങ്ങൾ കൊടുക്കുന്ന മോട്ടിവേഷൻ കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്ന പോലെയാക്കും കാര്യങ്ങൾ. താരതമ്യപ്പെടുത്തലുകൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. നീ നിന്റെ കഴിവനുസരിച്ച് നന്നായി എഴുതിയിട്ട് വാ എന്ന് പറഞ്ഞ് മക്കളെ പരീക്ഷാ ഹാളിലേക്ക് യാത്രയാക്കുക. പരീക്ഷ മോശമായി എന്ന് പറഞ്ഞ് തലതാഴ്ത്തി വരുമ്പോൾ
പുറത്തു തട്ടി സാരമില്ല എന്ന് പറഞ്ഞ് അവരെ ചേർത്തു പിടിക്കുക. ഓർക്കുക, ഏത് പരീക്ഷാ വിജയത്തെക്കാളും അവർക്ക് പ്രിയങ്കരം അന്നേരത്തെ ആ തലോടലായിരിക്കും.